നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്തൊക്കെയാണ്? ചാർജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ ചാർജുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കൂളോം ഫോഴ്സാണ്. കൂളോം ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കൂളോം ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ പറയുന്ന ഫോഴ്സാണ് എന്ന് പറയുന്നത് കൂളോം ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടിലധികം ചാർജസ് വന്നാലോ, ഫോർ എക്സാമ്പിൾ ഒരു 10 ചാർജ് വരുന്നെന്ന് വിചാരിക്കുക, Q1 Q2 എക്സെട്ര Q10, ഇങ്ങനെ 10 ചാർജസ് നമ്മൾ വരുന്നെന്ന് വിചാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളോട് പറയാണ് Q1-ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ രണ്ട് ചാർജസ്, ഫോർ എക്സാമ്പിൾ Q1-ഉം Q2-ഉം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമുക്ക് അവിടെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിമ്പിളായിട്ട് ആരെ ഉപയോഗിച്ചാൽ മതിയായിരുന്നു? കൂളോം ഫോഴ്സ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതിന് പകരം നമ്പർ ഓഫ് ചാർജസ് തന്നാൽ, മൾട്ടിപ്പിൾ ചാർജസ് തന്നാൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. ആ ടോപ്പിക്കാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും. ആ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മൾ പല ക്ലാസ്സുകളും +1-ൽ നിങ്ങൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്? തുടക്കമേ ഞാൻ പറഞ്ഞു തന്നു, രണ്ട് ചാർജസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാമായിരുന്നു? കൂളോം ഫോഴ്സ് ഉപയോഗിക്കാമായിരുന്നു. മൾട്ടിപ്പിൾ ചാർജസ് വന്നാൽ, നമ്പർ ഓഫ് ചാർജസ് വന്നാൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കണം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എനി ചാർജ്, അതായത് നമ്പർ ഓഫ് ചാർജസ് വരുവാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എനി ചാർജ്, ഏതെങ്കിലും ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ സം ഓഫ്, ശ്രദ്ധിക്കുക എന്തായിരിക്കും? വെക്റ്റർ സം ഓഫ് ഫോഴ്സ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. അവിടെയുള്ള ഇൻഡിവിജ്വൽ ചാർജസ് മൂലമുള്ള ഫോഴ്സിൻ്റെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഏതെങ്കിലും ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായോ? മൾട്ടിപ്പിൾ ചാർജസ് തന്നാൽ, നമ്പർ ഓഫ് ചാർജസ് തന്നാൽ ഏതെങ്കിലും ഒരു ചാർജിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, ബാക്കിയുള്ള ചാർജസ് മൂലം ഏതെങ്കിലും ഒരു ചാർജസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ബാക്കിയുള്ള ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ ഫോഴ്സസിൻ്റെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്? Total force on a given charge due to a number of other charge is a vector sum of individual forces exerted on that charge by the other charges. അതായത് ഒരു ചാർജിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ബാക്കി ചാർജസ് മൂലമുണ്ടാകുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ? ഒരു ചാർജിലുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ചാർജുകൾ മൂലമുണ്ടാകുന്ന ഫോഴ്സുകളുടെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈച്ച് ഇൻഡിവിജ്വൽ ഫോഴ്സ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് അതർ ചാർജസ്. അതായത് അവിടെ ഇപ്പോൾ ഒരു 20 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. 20 ചാർജിൽ ആദ്യത്തെ Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ മൂലം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായെന്ന് വിചാരിക്കുക. ആ രണ്ട് ചാർജുകൾ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കി 18 ചാർജുകളെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതാണ് ഈച്ച് ഇൻഡിവിജ്വൽ ഫോഴ്സ് ഈസ് അൺഅഫക്റ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് അതർ ചാർജസ് എന്ന് പറയുന്നത്. ഏത് രണ്ട് ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് മറ്റ് ചാർജുകളെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അൺഅഫക്റ്റഡ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ്റെ ആപ്ലിക്കേഷൻ, അതായത് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ പ്രോബ്ലം സെക്ഷനിലാണ്. അപ്പോൾ എങ്ങനെയാണ് ആ പ്രോബ്ലം സെക്ഷനകത്ത് നമ്മളത് സോൾവ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി മൾട്ടിപ്പിൾ ചാർജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് n നമ്പർ ഓഫ് ചാർജസ് വരെ ഉള്ളത് വെച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ 3 ചാർജസുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് ആദ്യം എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കി തരാം. എന്നിട്ട് നമുക്ക് ജനറലൈസ് ചെയ്ത് n ചാർജസിൻ്റെ കേസിലോട്ട് വരാം. ആദ്യം 3 ചാർജസ് വെച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം Q1 എന്ന് പറയുന്നൊരു ചാർജ് ഞാൻ ഇവിടെ എടുത്തു, Q2 എന്ന് പറയുന്നൊരു ചാർജ് ഞാൻ ഇവിടെ എടുത്തു, Q3 എന്ന് പറയുന്നൊരു ചാർജ് ഞാൻ ഇവിടെ എടുത്തു. മൾട്ടിപ്പിൾ ചാർജസ് ആയല്ലോ.
2 ചാർജസ് ആയിരുന്നെങ്കിൽ നമുക്ക് ആരും ഉപയോഗിക്കാമായിരുന്നു, കൂളം ഫോഴ്സ് ഉപയോഗിക്കാമായിരുന്നു. ഇവിടെ 3 ചാർജസ് ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഓൺ Q1? വാട്ട് ഈസ് ദി ടോട്ടൽ ഫോഴ്സ് ഓൺ Q1? Q1ൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് ആരൊക്കെ ഉണ്ട് ഇവിടെ? Q2 Q3. വാട്ട് ഈസ് ദ നെറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ആൻഡ് Q3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ പറയാണ്, Q1 ഉം Q2 ഉം തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ഞാൻ R21 എന്നെടുത്തു. Q1 ഉം Q3 ഉം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ഞാൻ R31 എന്ന് വിളിച്ചു. 2ൽ നിന്ന് 1ലേക്ക്, 3ൽ നിന്ന് 1ലേക്ക്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ആണ്. എന്താണ് ഫോഴ്സ് ഓൺ Q1? ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? F12 എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? F12 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഇപ്പോൾ ഇവിടെ എത്ര ചാർജസ് ഉണ്ട്? 2 ചാർജസ്. 2 ചാർജസ് മൂലമുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആരെ ഉപയോഗിക്കാം? കൂളം ഫോഴ്സ് ഉപയോഗിക്കാം. വി നോ ദ എക്സ്പ്രഷൻ ഓഫ് കൂളം ഫോഴ്സ് 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R². ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര വരും? R21 ആണല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് R21 സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 എങ്ങനെ എഴുതാൻ പറ്റും? 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R21 സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇതുപോലെ തന്നെ Q1ൽ Q3 മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3 ഇങ്ങനെ എഴുതാം. സിമിലർലി ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3 എന്നെ എനിക്ക് എന്തെന്ന് വിളിക്കാം? F13 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3. അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഇവിടെ 2 ചാർജസ് ആണല്ലോ. കൂളം ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എഴുതാമല്ലോ. 1/4πε0 Q1 Q3 ഡിവൈഡ് ബൈ R² ആണ്. R² പകരം ഇവിടെ എത്ര വരും? R31 സ്ക്വയർ. അപ്പോൾ ഈ Q1 ഉം Q3 തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 1/4πε0 Q1 Q3 ഡിവൈഡ് ബൈ R31 സ്ക്വയർ. അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഡൗട്ടിനുള്ള സാധ്യതയുണ്ട്. സാറേ, Q1 ഉം Q2 ഉം തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ Q3 ഇരിപ്പോലെ തൊട്ട് മുമ്പ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എന്ത്? മൾട്ടിപ്പിൾ ചാർജസിൻ്റെ ഇൻട്രാക്ഷൻ വരുമ്പോൾ ബാക്കി എത്ര ചാർജസ് ഇരുന്നാലും അത് ആരെ എഫക്റ്റ് ചെയ്യുന്നില്ല? 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ 20 ചാർജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ Q1 ഉം Q2 ഉം മൂലമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ബാക്കി 18 ചാർജ് ഇതിനെ എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ Q1ൽ ഉണ്ടാകുന്ന 2 ഫോഴ്സ് കണ്ടുപിടിച്ചു. ആരൊക്കെ മൂലം? Q2 മൂലം Q1ലുള്ളത് കണ്ടുപിടിച്ചു, Q3 മൂലവും Q1ലുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? നമുക്ക് വേണ്ടത് ഇങ്ങനെ ഇൻഡിവിജ്വൽ ഫോഴ്സ് ആണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല. നമുക്ക് വേണ്ടത് എന്താ? Q1ൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ വാട്ട് ഈസ് ടോട്ടൽ ഫോഴ്സ് ഓൺ Q1? അതിനെ ഞാൻ എത്ര എന്ന് വിളിച്ചു? F1 എന്ന് വിളിച്ചു. ഫോഴ്സ് ഓൺ Q1. അപ്പോൾ എത്ര എന്ന് വിളിച്ചു? F1. എങ്ങനെ എഴുതാം? ഫോഴ്സ് ഓൺ Q1 എനിക്ക് എന്താണെന്ന് എഴുതാം? F1. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഫോഴ്സ് ഓൺ ടോട്ടൽ ഫോഴ്സ് ഓൺ എനി ചാർജ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ എനി ചാർജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരുന്നു? വെക്റ്റർ സം ഓഫ് ഫോഴ്സ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ ഫോഴ്സിൻ്റെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെക്റ്റർ F1 ടോട്ടൽ ഫോഴ്സ് ഓൺ Q1 ഈസ് ഈക്വൽ ടു എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും? F വെക്റ്റർ F12 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 പ്ലസ് F13. കുഴപ്പമില്ലല്ലോ? ഇത്തരം കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ? ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 2-നകത്തും ആരുണ്ട്? 1/4πε0 കോമൺ ഉണ്ട്. അതുപോലെ തന്നെ ആരും കോമൺ ഉണ്ട്? Q1 ഉം കോമൺ ഉണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q1 ഡിവൈഡ് ബൈ 4πε0. ബാക്കി ആര്? Q2 ഡിവൈഡ് ബൈ ആരൊക്കെ? R21 സ്ക്വയർ പ്ലസ് Q3 ഡിവൈഡ് ബൈ R31 സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഇത് എത്ര ചാർജ് ഇരുന്നപ്പോൾ? 3 ചാർജ് ഇരുന്നപ്പോൾ Q1ൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഫിഗർ തന്നിട്ട് പ്രോബ്ലം വരുമ്പോൾ ഉപയോഗിക്കേണ്ട ചെറിയൊരു ഐഡിയയും കൂടി ഞാൻ പറഞ്ഞുതരാം. Q1ൽ Q2 മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്, ശരിയല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്തൊരു ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറഞ്ഞപ്പോൾ വെക്റ്റർ സം എന്ന് പറയാൻ കാരണം
അപ്പോൾ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയത് കാരണം Q1 പോസിറ്റീവ് ചാർജ് ആണല്ലോ, Q2 പോസിറ്റീവ് ചാർജ് ആണല്ലോ. പോസിറ്റീവ് ചാർജും വന്നിരുന്നാൽ എന്ത് ചെയ്യുക? അതായത് Q2 Q1 ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കുമോ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആയിരിക്കുമോ? ഒബ്വിയസ്ലി ഏതായിരിക്കും? ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആയിരിക്കും. സ്വാഭാവികമായും അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? ഇതാ ഇങ്ങോട്ട് വരും. ഇതാണ് ആരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? F12ൻ്റെ ഡയറക്ഷൻ. അതുപോലെ Q3 Q1 ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതായത് F13യുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്, രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ ആ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങോട്ടായിരിക്കും. ഇതാണ് ആരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? F13യുടെ ഡയറക്ഷൻ. ഇതൊരു വെക്ടറാണല്ലോ. സ്വാഭാവികമായിട്ട് ഇവിടെ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ രണ്ട് വെക്ടറിനെ റിസോൾവ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞു. രണ്ട് വെക്ടർ ഒരു കോമൺ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ റിസൾട്ടൻ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഏത് അഡീഷനാണ് ഉപയോഗിക്കുന്നത്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിനുവേണ്ടി ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും. ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ഇതാ ഇങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്. ദിസ് ഈസ് അവർ റിസൾട്ടൻ്റ് ഫോഴ്സ് F1. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ വേണം നമ്മൾ ഇതിൻ്റെ, അതായത് മൾട്ടിപ്പിൾ ചാർജസ് മൂലമുള്ള പ്രോബ്ലം ചോദിച്ചാൽ ആൻസർ കണ്ടത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് മോസ്റ്റ് പ്രോബബിളി നമ്മളവിടെ ഉപയോഗിക്കേണ്ട ഐഡിയ എന്ന് പറയുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആയിരിക്കണം. ആ ഐഡിയ മനസ്സിലായല്ലോ? ആ കോൺസെപ്റ്റ് എല്ലാവരും വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഫോഴ്സ് എടുത്തിട്ട് എല്ലാവരും എന്ത് ചെയ്ത് വെച്ചാൽ മതി? ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ 3 ചാർജസ് ഇരുന്നാൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് Q1 ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കും. ഇതുപോലെ ഇവിടെ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിലോ, അതായത് Q1, Q2, Q3 എക്സെട്ര Qn നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ടോട്ടൽ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു ഓൾ അതർ ചാർജസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? F1. ഇപ്പോൾ 2 ചാർജസ് മൂലമുള്ളത് ഇങ്ങനെയാണെങ്കിൽ ബാക്കി എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? F1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R21 സ്ക്വയർ പ്ലസ് 1/4πε0 Q1 Q3 ഡിവൈഡ് ബൈ R31 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/4πε0 എങ്ങനെ വരും? Q1 Qn ഡിവൈഡ് ബൈ Rn1 സ്ക്വയർ എന്ന് എഴുതാം. ഐഡിയ ക്ലിയർ ആയോ? ഇവിടെ ഉപയോഗിച്ച അതേ ഐഡിയ തന്നെ. n ചാർജസ് ആണെങ്കിൽ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R21 സ്ക്വയർ, ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. അതേപോലെ തന്നെ ഇത് എന്തിൻ്റെ? ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3. ഇതോ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Qn. ഇവിടെ എല്ലാം ആര് കോമൺ ആയിട്ട് ഇരിപ്പുണ്ട്? Q1 ഡിവൈഡ് ബൈ 4πε0 ഇവിടെ എല്ലാത്തിനകത്തും എന്താണ്? കോമൺ ആണ്. അതിനെ ഞാൻ എന്ത് ചെയ്തു? പുറത്തെടുത്തു. ബാക്കി ആരുണ്ട്? Q2 ഡിവൈഡ് ബൈ R21 സ്ക്വയർ പ്ലസ് Q3 ഡിവൈഡ് ബൈ R31 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ആരുണ്ട്? Qn ഡിവൈഡ് ബൈ Rn1 സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? Q1 ഡിവൈഡ് ബൈ 4πε0 സമ്മേഷൻ ആരുടെ വാല്യൂ? I ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ എവിടെ നിന്ന് കൊടുക്കും? 2 to n, 2 മുതൽ 2 to n, ബാക്കി Qi ഡിവൈഡ് ബൈ Ri1 സ്ക്വയർ. ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി? ആദ്യം ഐക്ക് ഏത് വാല്യൂ? 2. അപ്പോൾ 2 വരുമ്പോൾ ഇവിടെ എത്ര വരും? Q2 ഡിവൈഡ് ബൈ R21 സ്ക്വയർ. ഇനി അടുത്ത ഏത് വാല്യൂ വരും? 3 വരും. അപ്പോൾ എങ്ങനെ വരും? Q3 ഡിവൈഡ് ബൈ R31 സ്ക്വയർ. നടക്ക് ആര് വരും? സമ്മേഷൻ ഇട്ടേക്കുന്നുണ്ട്, പ്ലസ് വന്നു പോകും. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ജനറൽ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്. n ചാർജസ് മൂലമുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ എക്സ്പ്രഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ നിങ്ങൾ എല്ലാവരും സിമ്പിളായിട്ട് ചെയ്യും.
പിന്നെ ഡയറക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ ഐഡിയയാണ് ഉപയോഗിക്കേണ്ടത്. പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇതുപോലെ ഓരോ ചാർജിലും ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ഇപ്പം നമ്മളിവിടെ പോസിറ്റീവ് ചാർജ് എടുത്തിട്ടാണ് ചെയ്തത്, ഇതുപോലെ നെഗറ്റീവ് ചാർജ് തരാം. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടുത്തെ ഇൻട്രാക്ഷൻ കൊണ്ടായിരിക്കും അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അതേപോലെ ഓരോ 2 ചാർജ് മൂലമുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. വരച്ചിട്ട് അവിടെ ഏത് പ്രിൻസിപ്പിൾ ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണം? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിക്കണം. ക്ലിയർ ആയല്ലോ?